ഫുളൈൽ ഇബ്നു ഇയാദിനെ വ്യഭിചാരത്തിൽ നിന്ന് തടുത്തത് 50-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. സൂറത്ത് തൂർ 52-ാമത്തെ അധ്യായമാണ്. അതിലെ 2 വചനങ്ങൾ വായിച്ച് 1 മാസക്കാലം പനി പിടിക്കുകയും 1 മാസക്കാലം ഭ്രാന്തനെ പോലെ വിങ്ങിപ്പൊട്ടി കരയുകയും വിറയലെടുക്കുകയും ചെയ്തത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനാണ്. നരകമായിരുന്നു. ഒരു സഹാബി ഭാര്യയുടെ മടിയിൽ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ കരച്ചിൽ കേട്ട് ഭാര്യയും കരഞ്ഞു. ഭാര്യ കരഞ്ഞപ്പോൾ ഭർത്താവാകുന്ന സ്വഹാബി ചോദിച്ചു, പെണ്ണേ, ഞാൻ കരയുന്നതിനൊരു കാരണമുണ്ട്. നീ എന്തിനാ കരഞ്ഞത്? നിങ്ങൾ എന്റെ പ്രാണനാണ്, നിങ്ങൾ എന്റെ പ്രിയനാണ്. നിങ്ങൾ കരഞ്ഞപ്പോ ഞാനും കരഞ്ഞു പോയതാണ്. ഞാൻ കരഞ്ഞത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനം കൊണ്ടാണ്. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളുമില്ല. ഓർക്കണേ യുവാവേ, ഓർക്കണേ യുവതികളെ, അറമാദിച്ച് ജീവിക്കുന്നതിൽ ഓർക്കണേ. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ കെൽപ്പില്ലാത്ത നാമാണോ? ഒണ്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെ അല്ല, കൊട്ടാര സമാനമായ തീപ്പരിയുള്ള ആ നരകമില്ലേ, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് സഹാബത്ത് മദ്യപാനം ഉപേക്ഷിച്ചത്. ആ നരകത്തെ ഓർത്തിട്ടാണ് സഹാബത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചത്. ആ നരകത്തെ ഓർത്തിട്ടാണ് ഒരു അമ്പിയായിനെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ സിന ചെയ്യാതിരുന്നത്. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരുന്നത്. ആ നരകത്തെ പേടിച്ചിട്ടാണ് അവരുടെ കണ്ണിനെ നിയന്ത്രിച്ചത്. ആ നരകത്തെ പേടിച്ചിട്ടാണ് അവിഹിതമായ ബന്ധങ്ങളിൽ അവർ വിട്ടുനിന്നത്. അവരുടെ ജീവിതത്തിന്റെ ചൂടും അത്ഭുതകരമായി തീർന്നത് ഈ നരകത്തെ കുറിച്ചുള്ള അവരുടെ ഭയപ്പാടാണ്.